ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം ഉള്ള രാജ്യമായി ഇന്ത്യ മാറും. ഇസ്ലാം മതം ക്രിസ്തു മതത്തെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മതമായി മാറും. ഇസ്ലാം മതം വളരാൻ പ്രധാനമായി 3 കാരണങ്ങൾ നിരത്തി പ്യൂ റിസർച്ച് സെന്റർ 2050 ആകുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യ ഇന്ത്യയിലായിരിക്കുമെന്നാണ് പ്യൂ റിസർച്ച് സെന്റർ നടത്തിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമായ ഇന്തോനേഷ്യയെ 25 വർഷം കൊണ്ട് ഇന്ത്യ മറികടക്കുമെന്നാണ് പ്യൂ റിസർച്ച് സെന്റർ നടത്തിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. 2050 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ എണ്ണം 31 കോടിയായി ഉയരുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് ആഗോള മുസ്ലിം ജനസംഖ്യയുടെ ഏകദേശം 11%. ഇതോടെ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഉയർന്ന ജനന നിരക്ക് കാരണം ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ ഹിന്ദുക്കളെക്കാൾ വേഗത്തിൽ വളരുമെന്നും പ്രതീക്ഷിക്കുന്നു. പ്രധാനമായും അവരുടെ ശരാശരി കുറഞ്ഞ വിവാഹപ്രായവും ഉയർന്ന ജനന നിരക്കുമാണ് ഇതിന് കാരണമായി പറയപ്പെടുന്നത്. ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ 2010 11.4% 2050 18.4% ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിൽ 2060 ആകുമ്പോഴേക്കും ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ 34% വർദ്ധിക്കുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഹിന്ദു ജനസംഖ്യ വെറും 27% മാത്രമേ വർദ്ധിക്കുകയുള്ളൂ എന്നാണ് പ്രവചനം. ഇത് ആഗോള ജനസംഖ്യ വളർച്ച ശരാശരിയേക്കാൾ കുറവായിരിക്കുമെന്നും സർവേ ചൂണ്ടിക്കാണിക്കുന്നു. നിലവിൽ ലോക ജനസംഖ്യയുടെ 34%വും 15%വുമാണ് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും. ലോകത്തിലെ ഏറ്റവും വലിയ മതമായി ഇസ്ലാം മതം മാറുമെന്നാണ് പ്യൂ റിസർച്ച് പ്രവചിക്കുന്നത്. ഇസ്ലാം ക്രിസ്തു മതത്തെ മറികടക്കുമെന്നും അടുത്ത 35 വർഷത്തിനുള്ളിൽ ആഗോള മുസ്ലിം ജനസംഖ്യ 70% വർദ്ധിച്ച 2060 ആകുമ്പോഴേക്കും 3 ബില്യൺ കവിയുമെന്നും പ്യൂ റിസർച്ച് സെന്ററിന്റെ പുതിയ പഠനം വ്യക്തമാക്കുന്നു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതങ്ങളെക്കുറിച്ചുള്ള പ്യൂ റിസർച്ചിന്റെ പഠനമനുസരിച്ച് നിലവിൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന മതം ക്രിസ്തു മതമാണ്. ലോകത്തിലെ 7.3 ബില്യൺ ജനസംഖ്യയുടെ 31%വും ക്രിസ്തുമത വിശ്വാസികളാണ്. 2ാം സ്ഥാനത്ത് ഇസ്ലാം, 3ാം സ്ഥാനത്ത് ഹിന്ദുമതം. എന്നാൽ അടുത്ത 3.5 പതിറ്റാണ്ടിനുള്ളിൽ മുസ്ലിം ജനസംഖ്യയിൽ ഗണ്യമായ വർധനവ് പ്രതീക്ഷിക്കുന്നെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ആഗോളതലത്തിൽ ഇസ്ലാം പ്രബല വിശ്വാസമായി മാറുമെന്നാണ് റിപ്പോർട്ട് പ്രവചിക്കുന്നത്. നിലവിൽ ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന മതമാണ് ഇസ്ലാം. ഈ പ്രവണത അതിന്റെ മുകളിലേക്കുള്ള വളർച്ച തുടരുകയും 2060 ആകുമ്പോഴേക്കും മുസ്ലിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ മതവിഭാഗമായി മാറുകയും ചെയ്യും. മുസ്ലിങ്ങളുടെ ആധിപത്യം കുതിച്ചുയരുന്നതിന് 3 പ്രധാന കാരണങ്ങൾ പഠനം ചൂണ്ടിക്കാണിക്കുന്നു. യുവജനസംഖ്യ, ഉയർന്ന ജനന നിരക്ക്, മതപരിവർത്തനം. പഠനമനുസരിച്ച് 2060 ആകുമ്പോഴേക്കും ആഗോള ജനസംഖ്യ ഏകദേശം 32% വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം മുസ്ലിം ജനസംഖ്യ 70% വരെ വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ആഗോള ശരാശരിയുടെ ഇരട്ടിയിലധികം വരും. പഠനമനുസരിച്ച് മുസ്ലിം ജനസംഖ്യയിലെ കുതിച്ചുചാട്ടത്തിന് കാരണമായ വിവിധ ഘടകങ്ങളുണ്ട്. അതിൽ ചെറുപ്പക്കാരായ ജനസംഖ്യയും ഉയർന്ന ജനനിരക്കും ഉൾപ്പെടുന്നു. ഇത് മതവിഭാഗങ്ങളിൽ ഏറ്റവും ഉയർന്നതാണ്. മുസ്ലിം സ്ത്രീകളുടെ ജനനനിരക്ക് 3.1ഉം ക്രിസ്ത്യൻ സ്ത്രീകളുടെ ജനനനിരക്ക് 2.7ഉമാണെന്ന് റിപ്പോർട്ട് വെളിപ്പെടുത്തി. വികസ്വര രാജ്യങ്ങളിൽ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ജനനനിരക്ക് വളരെ ഉയർന്നതാണ്. അതേസമയം മരണനിരക്ക് കുറവാണ്. അതിനാൽ അവരുടെ ജനസംഖ്യ അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ സബ് സഹാറൻ ആഫ്രിക്ക പോലുള്ള പ്രദേശങ്ങളിൽ 2050 ആകുമ്പോഴേക്കും ഇത് 12% വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. പ്യൂ റിസർച്ച് സെന്റർ 2010 നടത്തിയ പഠന റിപ്പോർട്ടിൽ ലോകത്തിലെ മുസ്ലിം ജനസംഖ്യയുടെ 34% 15 വയസ്സിന് താഴെയുള്ളവരാണെന്നും 60% 15നും 59നും ഇടയിൽ പ്രായമുള്ളവരാണെന്നും 7% പേർ 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവരാണെന്നും വെളിപ്പെടുത്തിയിരുന്നു. ഭൂരിഭാഗം മുസ്ലിങ്ങളും ആഫ്രിക്കയിലും മറ്റ് അറബ് മേഖലകളിലുമാണ് വസിക്കുന്നത്. അവിടെ ആഗോള ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും ഉയർന്നതായിരിക്കുമെന്നും പ്രവചിക്കപ്പെടുന്നു.